നമ്മൾ പറഞ്ഞു സ്റ്റാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ADT ബേസ്ഡ് ഡാറ്റ സ്ട്രക്ചറാണ്. അതായത് അബ്സ്ട്രാക്ട് ഡാറ്റ ടൈപ്പ് ആണത് ഫോളോ ചെയ്യുന്നത്. പുഷ് എന്ന് പറഞ്ഞാൽ പുഷ് ചെയ്യുമെന്നും പോപ്പ് എന്ന് പറഞ്ഞാൽ പോപ്പ് ആവും എന്നുള്ളത് മാത്രമേ നമുക്കറിയത്തുള്ളൂ. ഇൻഡെപ്തായിട്ട് നമുക്ക് അറിയത്തില്ല. അപ്പോൾ നമുക്കൊരു അറേൻ്റെ ഹെൽപ്പോടു കൂടെ മാത്രമേ സ്റ്റാക്കിൻ്റെ കൺസെപ്റ്റിനെ, അറേ അല്ലെങ്കിൽ ലിങ്ക്ഡ് ലിസ്റ്റിൻ്റെ ഹെൽപ്പോടു കൂടെ മാത്രമേ സ്റ്റാക്ക് എന്ന് പറഞ്ഞൊരു ഡാറ്റ സ്ട്രക്ചറിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതെങ്ങനെയാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത്. ആദ്യം പുഷും പോപ്പും രണ്ടും നമ്മൾ ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യും. അപ്പോൾ അതിൻ്റെ മുന്നേ നമ്മൾ അറേ ഒക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം C പ്രോഗ്രാമിലും ഈ പ്രാവശ്യം ഡാറ്റ സ്ട്രക്ചറും നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കിയതാണ്. ഓക്കെ, രണ്ട് കേസ് ഞാൻ പറയാം. ഒന്ന്, ഇതാണ് എൻ്റെ അറേ എന്ന് വിചാരിക്കുക. അറേയിൽ 4 എലമെൻറ്റ്സ് ഉള്ളൊരു അറേ. അതിന് ഇൻഡെക്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് 0, 1, 2, 3 വരെ പോകുന്നു. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ സൈസിനെ ഞാൻ n എന്ന് വിളിക്കുന്നു എന്ന് വിചാരിക്കും. സൈസ്, അപ്പോൾ ഇവിടുത്തെ സൈസ് എത്രയാണ്? 4 ആണെന്ന് എനിക്ക് പറയാം. 1, 2, 3, 4. സൈസ് 4 ആണെന്ന് എനിക്ക് പറയാം. ഓക്കെ, ഇതിലെല്ലാറ്റിലും എലമെൻറ്റ്സ് ഉണ്ട് എന്ന് വിചാരിക്കും. എല്ലാറ്റിലും എലമെൻറ്റ്സ് ഉണ്ട്. ഇവിടെ 8 ഉണ്ട്, ഇവിടെ 5 ഉണ്ട്, ഇവിടെ 12 ഉണ്ട്, ഇവിടെ 13 ഉണ്ട്. എല്ലാറ്റിലും എലമെൻറ്റ്സ് ഉണ്ട് എന്ന് വിചാരിക്കും. ഈ ഒരു കണ്ടീഷനെ നമ്മൾ സ്റ്റാക്കിൽ എന്താ പറയുക? ഓവർഫ്ലോ എന്നല്ലേ നമ്മൾ പറയുക. ഇതിലേക്ക് എനിക്ക് ആരെയെങ്കിലും ഒരാളെ ഇൻസേർട്ട് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. അങ്ങനെയാണെങ്കിൽ ഞാനതെങ്ങനെയാണ് പുഷിൽ കൊണ്ടുപോയിട്ട് എഴുതുന്നതെന്ന് വിചാരിക്കും. അപ്പം ടോപ്പ് എവിടെയാണ് പോയിൻ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടാവുക? നമ്മൾ ഏറ്റവും ലാസ്റ്റ് ഇൻസേർട്ട് ചെയ്ത സ്ഥലത്താണ് നമ്മൾ ടോപ്പ് പോയിൻ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടാവുക. നിലവിൽ ടോപ്പ് ഇവിടെ ആയിരിക്കും ഉണ്ടാവുക എന്ന് പ്രതീക്ഷിക്കും. അല്ലെങ്കിൽ പോട്ടെ, ഞാൻ അതല്ലാത്തൊരു സംഭവം കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇതാണ് എൻ്റെ അറേ എന്ന് വിചാരിക്കും. 0, 1, 2, 3. ഇതാണ് എൻ്റെ അറേ എന്നുള്ളത് നമ്മൾ അസ്യൂം ചെയ്യും. എന്തുകൊണ്ട് ഇങ്ങനെ അറേനെ വരക്കുന്നു എന്നൊന്നും ചിന്തിക്കരുത്. അറേ എന്ന് പറഞ്ഞാൽ കണ്ടീജിയസ് മെമ്മറി അലോക്കേഷനിൽ എലമെൻറ്റ്സിനെ സ്റ്റോർ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ, അതുകൊണ്ട് മീൻ ചെയ്യുന്നുള്ളൂ. അത് ഈ രീതിയിൽ കോളം വൈസ് ആയിട്ട് റോ വൈസ് ആയിട്ട് വരച്ചു കഴിഞ്ഞാൽ ഒന്നും ഒരു കുഴപ്പമില്ലേ. ഇത് രണ്ടും സെയിം സാധനം തന്നെയാണ്. ഒന്ന് ഞാൻ ഇങ്ങനെ ഒന്നിങ്ങനെ വരച്ചു എന്നുള്ളതേ ഉള്ളൂ. ഇതിലാകെ 8 എന്ന് പറഞ്ഞ എലമെൻറ്റ് മാത്രമേ ഉള്ളൂ എന്ന് നമ്മൾ വിചാരിക്കും. 8 എന്ന് പറഞ്ഞ എലമെൻറ്റ് മാത്രമാണെങ്കിൽ ടോപ്പ് പോയിൻ്റ് ചെയ്ത് നിൽക്കുന്നത് ഇവിടേക്കായിരിക്കും. ഇനി എനിക്കിതിലേക്ക് 5 എന്ന് പറഞ്ഞൊരു എലമെൻറ്റിനെയും കൂടെ ആഡ് ചെയ്യണം എന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ ഞാൻ ആദ്യം എന്ത് ചെയ്യണം? ടോപ്പിൻ്റെ വാല്യൂ ഒന്ന് കൂട്ടിയതിന് ശേഷം മാത്രമേ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഇവിടെ കൊണ്ടുപോയിട്ട് 5 ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ടോപ്പ് ഇവിടെ നിന്ന് മാറ്റിയിട്ട് ഞാൻ എവിടത്തേക്കാക്കി മാറ്റണം? ഇവിടേക്കാക്കി മാറ്റണം. അതിനുശേഷം എനിക്ക് 5 എന്ത് ചെയ്യാം? ഇൻസേർട്ട് ചെയ്യാം. ഇനി അടുത്ത ആൾ ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ടോപ്പ് ഇവിടത്തേക്കാക്കണം, അതിനുശേഷം ഇവിടത്തേക്കാക്കണം. ഇതാണല്ലോ കൺസെപ്റ്റ്. ആണ്. ഇതാണ് എൻ്റെ 2 കേസുകളായിട്ട് വരുന്നത്. അപ്പോൾ സ്റ്റാക്ക് ഫുള്ളാണ് എന്ന് എഴുതാൻ എനിക്ക് ഇങ്ങനെ എഴുതിയാൽ മതിയോ? നോക്കിക്കേ, ടോപ്പിൻ്റെ വാല്യൂ n-1 ആണെങ്കിൽ ഞാൻ എന്ത് പ്രിൻ്റ് ചെയ്യണം? ഓവർഫ്ലോ എന്നുള്ളത് പ്രിൻ്റ് ചെയ്യണം അല്ലേ? സൈസ് 4 ആയിരുന്നു, ടോപ്പ് 13, അതായത് 3 എന്ന് പറഞ്ഞ ഇൻഡെക്സിൽ കൊണ്ടുവരിക. n-1, n 4 ആണ്, 4-1. അപ്പോൾ 3ലാണ് ടോപ്പ് പോയിൻ്റ് ചെയ്ത് നിൽക്കുന്നത് എങ്കിൽ അതിൻ്റെ മീനിങ് സ്റ്റാക്ക് ഫുള്ളാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഓവർഫ്ലോ എന്നുള്ളത് പ്രിൻ്റ് ചെയ്യണം. ഞാൻ പ്രിൻ്റ് ചെയ്തു. ഇനി ഫുള്ളല്ലാത്തൊരു കേസാണെങ്കിൽ ഞാൻ എന്താ ചെയ്യേണ്ടത്? ടോപ്പിൻ്റെ വാല്യൂ ഒന്ന് കൂട്ടുക, അതിനുശേഷം ഇൻസേർട്ട് ചെയ്യുക. സോ ഇൻസേർട്ട് ചെയ്യുന്നതിന് മുന്നേ ഞാൻ ആദ്യം എന്ത് ചെയ്യണം? ടോപ്പിൻ്റെ വാല്യൂ കൂട്ടണം. അപ്പോൾ ഇതല്ലെങ്കിൽ ഇവിടെ എനിക്ക് ഇഫ് എന്നെഴുതാം. ഇനി അതല്ലെങ്കിൽ ഞാൻ എൽസിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യും? നമ്മൾ പ്രോഗ്രാമിംഗ് പോലെ ശ്രദ്ധിക്കണ്ടേ. പ്രോഗ്രാമിംഗ് ആണെങ്കിൽ ഇഫ് എഴുതി പരാന്തിസ് എഴുതണ്ടേ, അങ്ങനെയൊന്നും ചിന്തിക്കണ്ടേ. ഞാനിത് ആൽഗുരിതാണ് എഴുതുന്നത്. അപ്പോൾ എൽസ് എഴുതി. എൽസിൻ്റെ ഉള്ളിൽ ഞാൻ ആദ്യം എന്താ ചെയ്യേണ്ടത്? ടോപ്പിൻ്റെ വാല്യൂ കൂട്ടണം. അപ്പോൾ ടോപ്പ് ഈക്വൽ ടു ടോപ്പ് പ്ലസ് 1 ആക്കി മാറ്റി. ഇനി ടോപ്പ് പ്ലസ് 1 ആക്കി മാറ്റിയതിന് ശേഷം ഞാൻ എന്താ ചെയ്യേണ്ടത്? ഇൻസേർട്ട് ചെയ്യണം. എവിടെയൊക്കെ ഇൻസേർട്ട് ചെയ്യേണ്ടത്? സ്റ്റാക്കിൻ്റെ ടോപ്പിലേക്കാണ് ഇൻസേർട്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ ടോപ്പ് ഇപ്പം പോയിൻ്റ് ചെയ്ത് നിൽക്കുന്നത് 2ലാണെങ്കിൽ ആ 2ലാണ് ഞാൻ ഇൻസേർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ സ്റ്റാക്കിൻ്റെ ടോപ്പിലേക്ക് ഞാൻ ഇൻസേർട്ട് ചെയ്യുന്നു. ആരെ ഇൻസേർട്ട് ചെയ്യുന്നു? ഞാൻ ഐറ്റത്തിനെ ഇൻസേർട്ട് ചെയ്യുന്നു. ഇതാണ് എന്ത്? ഒരു സ്റ്റാക്കിൻ്റെ
അറേ ഇംപ്ലിമെൻറ്റേഷൻ. ഒന്നുമില്ല, ഫുൾ ആണെങ്കിലുള്ള കണ്ടീഷൻ ഞാൻ എഴുതി, ടോപ്പ് ഈക്വൽ ടു n-1 പ്രിൻറ്റ് ഓവർഫ്ലോ. ഇനി ഫുൾ അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം, ടോപ്പിൻ്റെ വാല്യൂ ഒന്ന് കൂട്ടണം, അതിനുശേഷം ഞാൻ എന്ത് ചെയ്യണം, അവിടെ കൊണ്ടുപോയിട്ട് ഇൻസേർട്ട് ചെയ്യണം. ഇനി അതുപോലെ ഞാൻ പോപ്പ് എഴുതാൻ പോവാണേ. പോപ്പ് എഴുതുന്ന സമയത്ത് നോക്കിക്കേ, ഇതേ സെയിം അറേ ഞാൻ എടുക്കുന്നു, 0 1 2 3. ഇതാണ് എൻ്റെ അറേ എന്ന് വിചാരിക്കുക. ഇതാണ് എൻ്റെ അറേ എങ്കിൽ ഇവിടെ എവിടെയെങ്കിലും നിങ്ങൾ ടോപ്പിനെ കാണുന്നുണ്ടോ? എവിടെയെങ്കിലും നിങ്ങൾ ടോപ്പിനെ കാണുന്നുണ്ടോ? ഇല്ല, ടോപ്പിനെ കാണുന്നില്ല. അതുകൊണ്ട് നമുക്ക് എന്ത് മീൻ ചെയ്യാം, ഈ അറേ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ ഒരു സ്റ്റാക്ക് എന്ന് പറയുന്നത് എംപ്റ്റി ആണ് എന്നുള്ള രീതിയിലേക്ക് എനിക്ക് പറയാം. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ വീഡിയോയിൽ പറയാൻ വിട്ടുപോയിട്ടുണ്ടോ എന്നറിയില്ല, ടോപ്പിൻ്റെ വാല്യൂ ഇനീഷ്യലി നമ്മൾ -1 ആയിട്ടായിരിക്കും എടുക്കുക. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്റ്റാക്കിൽ ആരുമില്ല എന്നുള്ളൊരു കേസാണെങ്കിൽ ടോപ്പ് എപ്പോഴും -1 പോയിന്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ എവിടെയും നമ്മൾ ഒറ്റ എലമെൻറ്റിനെയും കാണുന്നില്ല. എലമെൻറ്റിനെ കാണുന്നില്ല എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഇവിടെ ആരുമില്ല എന്നാണ്. അങ്ങനെയാണെങ്കിൽ ടോപ്പ് എപ്പോഴും ഉണ്ടാവുക -1. അപ്പം ഞാൻ എഴുതുകയാണ്, ടോപ്പ് ഈക്വൽ ടു -1 ആണെങ്കിൽ ഞാൻ എന്ത് പ്രിൻ്റ് ചെയ്യണം, ഞാൻ അണ്ടർഫ്ലോ എന്നുള്ളത് പ്രിൻ്റ് ചെയ്യണം. എനിക്കിവിടുന്ന് ആരെയും ഒഴിവാക്കാനില്ല, അണ്ടർഫ്ലോ എന്ന് പറഞ്ഞൊരു കണ്ടീഷനാണ് എന്നെനിക്ക് പ്രിൻ്റ് ചെയ്യണം. ഇനി അണ്ടർഫ്ലോ അല്ല എന്ന് വിചാരിക്കുക, ഇതിൽ 3 ആൾക്കാരുണ്ട്, 8 5 12. ഈ ഓർഡറിലാണല്ലോ നമ്മൾ ഇൻസേർട്ട് ചെയ്യുക. അപ്പോൾ ലാസ്റ്റ് ഇൻസേർട്ട് ചെയ്ത ആളടുത്തായിരിക്കും നമ്മൾ എന്ത് പോയിൻ്റ് ചെയ്ത് നിർത്തുക, ടോപ്പ് പോയിൻ്റ് ചെയ്ത് നിർത്തുക. അപ്പോൾ എനിക്ക് ലാസ്റ്റ് ഇൻസേർട്ട് ചെയ്ത ആളെ മാത്രമേ ആദ്യം ഡിലീറ്റ് ചെയ്യാൻ പറ്റൂ എന്നാണല്ലോ നമ്മൾ പഠിച്ചത്. 12നെ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാലേ എനിക്ക് 5നെ ഡിലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, 5നെ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാലേ 8നെ ഡിലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതാണല്ലോ നമ്മൾ പഠിച്ചത്. ഓക്കെ, അപ്പോൾ എനിക്ക് ആദ്യം എന്ത് ചെയ്യണം, 12നെ ഡിലീറ്റ് ചെയ്യണം. അപ്പോൾ എവിടെയുള്ള ആളെയാണ് ഡിലീറ്റ് ചെയ്യേണ്ടത്, സ്റ്റാക്കിൻ്റെ ടോപ്പിലുള്ള ആളാണ്. അപ്പോൾ ഞാൻ എൽസ് എഴുതുകയാണ്, സ്റ്റാക്കിൻ്റെ ടോപ്പ്. ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് സ്റ്റാക്കിൻ്റെ ടോപ്പിലുള്ള ആളെ ഞാൻ ഡിലീറ്റ് ചെയ്തു എന്നുള്ളതാണ്. 12നെ ഞാൻ ഡിലീറ്റ് ചെയ്തു. അതിനെനിക്ക് വേണമെങ്കിൽ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാം. ഞാൻ സപ്പോസ് ഞാനത് എവിടേക്കെങ്കിലും ഞാൻ സ്പേസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് സേവ് ചെയ്ത് വെക്കുന്നു. അതിൻ്റെ മീനിങ് ഇത്രയേ ഉള്ളൂ. എനിക്ക് ഞാൻ സ്റ്റാക്ക് ഓഫ് ടോപ്പ് എന്ന് എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് ഇപ്പോൾ ടോപ്പിലുള്ള ആളെ ഞാൻ ഡിലീറ്റ് ചെയ്തു. ഇനി എനിക്ക് ആ ഡിലീറ്റ് ചെയ്ത ആളെ പ്രിൻ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഫ്യൂച്ചർ പർപ്പസിന് എന്തെങ്കിലും വേണമെങ്കിൽ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് സ്റ്റോർ ചെയ്യാം. ആ സ്റ്റോർ ചെയ്ത് വെക്കുന്നൊരു സ്ഥലത്തിന് ഞാൻ എനിക്ക് ഇഷ്ടമുള്ളൊരു പേര് കൊടുക്കുന്നു. അത് ഐറ്റം എന്നോ എന്ത് വേണമെങ്കിലും കൊടുക്കുക. ഞാൻ എന്ത് കൊടുക്കുന്നു, സ്പേസ് എന്ന് കൊടുക്കുന്നു. അപ്പോൾ 12 അവിടുന്ന് പോയി. 12 അവിടുന്ന് പോയിട്ടുണ്ടെങ്കിലും ടോപ്പ് ഇപ്പോൾ എവിടെ തന്നെയാണ് പോയിൻ്റ് ചെയ്ത് നിൽക്കുന്നത്, 2 എന്ന് പറഞ്ഞ ഇൻഡെക്സ് തന്നെയല്ലേ. അത് അവിടെ തന്നെ നിന്നാൽ മതിയോ? പോരാ, അത് എവിടേക്കായി മാറണം, 5ലേക്കായിട്ട് മാറണം. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം, ടോപ്പിൻ്റെ വാല്യൂ ടോപ്പ് -1 ആക്കി മാറ്റണം. ഓക്കെ, ഇപ്പോൾ 5ലാണുള്ളത്, 5ലുള്ളതിനെ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം, സ്റ്റാക്ക് ഓഫ് ടോപ്പ് ഇപ്പോൾ ഉള്ളത് 5ലാണ്, അതിനെടുത്തിട്ട് വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് സ്റ്റോർ ചെയ്യുന്നു. ആ രീതിയിൽ വർക്ക് ചെയ്ത് വരും, അണ്ടർഫ്ലോ അല്ലാത്ത കണ്ടീഷൻ. ഓക്കെ.